നമസ്കാരം, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ചക്കുളത്ത് പൊങ്കാല അഭിഷ്ടസിദ്ധിക്കും മംഗലഭാഗ്യത്തിനും വളരെ ശ്രേഷ്ഠമാണ്. വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തിക ഭക്തർ ദേവിക്ക് നേരിട്ട് നിവേദ്യം അർപ്പിക്കുന്ന ചടങ്ങാണ് പൊങ്കാല. 7 or 9 ദിവസം വ്രതമെടുത്ത് ഒരിക്കലോടുകൂടി പൊങ്കാല അർപ്പിക്കാവുന്നതാണ്. പൊങ്കാല ദിവസം ദേവിയെ തൊഴുതിന് ശേഷം പൊങ്കാല ഇടുന്നതാണ് ഉത്തമം. അമ്മയോട് അനുവാദം ചോദിക്കലാണ് ഈ തൊഴുത് വണങ്ങിയതിന് ശേഷം പൊങ്കാല ഇടുന്നത്. മനസ്സിൽ ദേവിയെ വിചാരിച്ച് അനുവാദം വാങ്ങുക. പൊങ്കാല അടുപ്പിന് തീ തെളിയിച്ച ശേഷം മാത്രമേ ജലപാനം പാടുള്ളൂ. നിവേദ്യം തയ്യാറാക്കിയ ശേഷമേ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ എന്നാണ്. തെളിഞ്ഞ മനസ്സോടെ ശുദ്ധിയോടെയും കൂടി വേണം പൊങ്കാല സമർപ്പിക്കാനായിട്ട്. തിരുമേനി വന്ന് തീർത്ഥം തെളിയിച്ച് സമർപ്പണം പൂർണ്ണമാവുകയുള്ളൂ. അഭീഷ്ടസിദ്ധിക്കും മംഗലഭാഗ്യത്തിനും ഐശ്വര്യത്തിനുമായിട്ടാണ് എല്ലാവരും പൊങ്കാല ഇടുന്നത്. ചക്കുളത്ത് പൊങ്കാലയും ഐതിഹ്യവും എന്താണെന്ന് നോക്കാം. ചക്കുളത്ത് കാവിലെ പൊങ്കാല ചടങ്ങിന് പിറകിലും ഒരു ഐതിഹ്യമുണ്ട്. ക്ഷേത്രത്തിന്റെ ഉത്ഭവത്തിന് കാരണക്കാരായ വേടനും കുടുംബവും ഈ വനത്തിൽ താമസിച്ചിരുന്നു. മൺകലങ്ങളിൽ ആഹാരം പാകം ചെയ്താണ് അവർ ഭക്ഷിച്ചിരുന്നത്. അവർ ആദ്യം ഭക്ഷണം പാകം ചെയ്ത് ദേവിക്കാണ് കൊടുത്തിരുന്നത്. അതിനുശേഷം മാത്രമാണ് അവർ ഭക്ഷണം കഴിച്ചിരുന്നത്. വിറക് ശേഖരിക്കാൻ പോയ അവർക്ക് ഒരു ദിവസം തിരിച്ചെത്താൻ കഴിഞ്ഞില്ല. ഇതുമൂലം ദേവിക്ക് ഭക്ഷണം നൽകാനും സാധിച്ചില്ല. അവർ ദേവിപാദത്തിൽ സാഷ്ടാംഗം വീണ് മാപ്പ് അപേക്ഷിച്ചു. പിന്നീട് അമ്മയ്ക്ക് ആഹാരം പാകം ചെയ്യാൻ അടുപ്പിനടുത്തെത്തിയപ്പോൾ നിറയെ ചോറും കറികളും കണ്ടു. ഇത് ദേവി തന്നെ പാകം ചെയ്തതാണെന്ന് വിശ്വാസം ഉണ്ടാവുകയും വേടനും വേടത്തിയും ഉറക്കെ അമ്മയെ വിളിച്ച് പ്രാർത്ഥിച്ചു. അവരുടെ നിഷ്കളങ്കമായ ഭക്തിയിൽ തൃപ്തിയായ അമ്മ അവർക്ക് വേണ്ടി ആഹാരം പാകം ചെയ്തതെന്ന് ഒന്നിച്ചു കഴിക്കാമെന്നും ദേവി പറഞ്ഞുവെന്നാണ് ഐതിഹ്യം. ഈ കഥയാണ് ചക്കുളത്ത് കാവിലെ പൊങ്കാലയ്ക്ക് പിന്നിൽ. പൊങ്കാല ഇടുന്ന ഭക്തജനങ്ങൾ ഒരാളായി ചക്കുളത്ത് അമ്മയും ഉണ്ടാവുമെന്നാണ് വിശ്വാസം. ജാതി മത ഭേദമില്ലാത്ത തീർത്ഥാടന കേന്ദ്രമാണ് ചക്കുളത്ത് കാവ്. സർവവും തന്നിൽ അർപ്പിച്ച് വണങ്ങുന്ന ഭക്തരുടെ ദാസിയായി ദേവി മാറുമെന്നാണ് വിശ്വാസം. ഗണപതി, ശിവൻ, സുബ്രഹ്മണ്യൻ, വിഷ്ണു, ശാസ്താവ്, നവഗ്രഹങ്ങൾ, യക്ഷിയമ്മ എന്നീ ഉപദേവതകളുടെ പ്രതിഷ്ഠയും ചക്കുളത്ത് കാവിലുണ്ട്. മാസത്തിലെ ആദ്യ വെള്ളിയാഴ്ചകളിൽ ദേവിക്ക് നേദിച്ച ഔഷധജലം സകല രോഗങ്ങൾക്കും ഒറ്റമൂലിയാണെന്നാണ് പറയുന്നത്. ധനു 1 തുടങ്ങി 12 തീരുന്ന 12 നോയമ്പ് ദേവി പ്രീതിക്കുള്ള ഒരു പ്രധാന വ്രതാനുഷ്ഠാനമാണ്. വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തിക ദിവസമാണ് ചക്കുളത്തമ്മയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അന്നപൂർണേശ്വരിയായ ദേവിക്ക് മുന്നിൽ ഇഷ്ടകാര്യസിദ്ധിക്കായി സ്ത്രീകൾ നടത്തുന്ന വഴിപാടാണ് പൊങ്കാല. കാർത്തിക സ്തംഭം ചടങ്ങും ഇതേ ദിവസം തന്നെയാണ് നടക്കുന്നത്. ആദിപരാശക്തി വനദുർഗ സങ്കല്പത്തിൽ കിഴക്കോട്ട് ദർശനമായിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. സ്ത്രീകളുടെ ശബരിമലയാണ് ചക്കുളത്ത് കാവ്. കാട്ടിൽ വിറക് ശേഖരിക്കാൻ പോയ വേടന് മുന്നിൽ നാരദ മുനി പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹത്തിന്റെ നിർദ്ദേശത്തെ തുടർന്ന് മൺപുറ്റിൽ നിന്ന് പുറത്തു വന്ന വിഗ്രഹം വേടൻ ആരാധിക്കാൻ തുടങ്ങി. ദിവസവും തനിക്കും കുടുംബത്തിനും പാകം ചെയ്യുന്ന ഭക്ഷണത്തിൽ ഒരു പങ്ക് ദേവിയുടെ മുന്നിൽ സമർപ്പിച്ചു.